വെൽക്കം ടു ഓൾ ടു A&T Law World. ഒരു വില്ല് ചമയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഒരാൾ തൻ്റെ സ്ഥാപക ജംഗമ വസ്തുക്കൾ തൻ്റെ കാലശേഷം ആർക്കൊക്കെയാണ് അവകാശപ്പെട്ടത് എന്ന് രേഖപ്പെടുത്തുന്ന ഡീഡാണ് വിൽ ഡീഡ് അഥവാ വിൽപത്രം. എങ്ങനെയൊക്കെയാണ് അവകാശികൾക്ക് തൻ്റെ സ്വത്തുക്കൾ ലഭിക്കേണ്ടത് എന്നും അവ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും ഈ ഡീഡിൽ വ്യക്തമായിട്ട് പറയുവാൻ കഴിയും. ഇനി ആർക്കൊക്കെ വിൽ ഡീഡ് എഴുതാം എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 അനുസരിച്ചാണ് വിൽപത്രം എഴുതേണ്ടത്. അത് 18 വയസ്സ് പൂർത്തിയായതും സൗണ്ട് മൈൻഡ് അതായത് സ്ഥിരബുദ്ധി ഉള്ളതുമായ ഏതൊരാൾക്കും വിൽപത്രം എഴുതാം. വോളണ്ടറി മൈൻഡോടുകൂടിയാണ് എഴുതേണ്ടത്. അതായത് സ്വമനസ്സാലെ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ അല്ലെങ്കിൽ ഭീഷണിക്കോ വഴങ്ങാതെ തൻ്റെ സ്വത്തുവകകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഉള്ള രേഖയായ വിൽപത്രം എഴുതി തയ്യാറാക്കുവാൻ കഴിയും. ഇങ്ങനെ എഴുതുന്ന ആളുടെ ഐഡൻറ്റിറ്റി ആ വിൽപത്രത്തിൽ വെളിവാക്കിയിരിക്കണം. ഈ കാര്യം നാം മറന്നു പോകാൻ പാടില്ല. അതായത് എഴുതുന്ന ആളുടെ പേരും മേൽവിലാസവും തിരിച്ചറിയൽ രേഖകളുടെ വിവരങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഒരാൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വിൽപത്രം എഴുതാം. അങ്ങനെ എഴുതുന്നതിനെ നിയമം തടയുന്നില്ല. അവസാന വിൽ മാത്രമായിരിക്കും പ്രാബല്യത്തിൽ വരുന്നത്. ഇത് രൂപപ്പെടുത്തിയ ആളുടെ കാലശേഷം മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഞാൻ ഒരു വിൽപത്രം എഴുതുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ ഉടമസ്ഥതയിലും അവകാശത്തിലും ഉള്ള വസ്തുവകകളെ കുറിച്ച് മാത്രമേ വിൽപത്രം എഴുതുവാൻ കഴിയുകയുള്ളൂ. അതായത് എൻ്റെ ഓണർഷിപ്പും എൻ്റെ റൈറ്റുമാണ് ഞാൻ കൈമാറേണ്ടത്. അതായത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്ത് എങ്ങനെ കൈമാറ്റം ചെയ്യണമെന്നോ ഭർത്താവിന് ഭാര്യയുടെ സ്വത്ത് എങ്ങനെ കൈമാറ്റം ചെയ്യണമെന്നോ കാണിച്ച് രേഖയായ വിൽ ചമയ്ക്കുവാൻ പാടില്ല. ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്വത്തിൻ്റെ കൈമാറ്റത്തെക്കുറിച്ചും ഭർത്താവിന് ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ കൈമാറ്റത്തെക്കുറിച്ചും ഇത്തരത്തിൽ വിൽപത്രം തയ്യാറാക്കുവാൻ കഴിയും. എഴുതുന്ന ആളുടെ സ്വത്തിനെക്കുറിച്ചായിരിക്കണം അതിൽ പരാമർശിക്കേണ്ടത്. അപരൻ്റെ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഇത്തരം രേഖകളിലൂടെ ഒരാൾക്ക് പറയുവാൻ അവകാശമില്ല. അപ്രകാരം ചെയ്താൽ അതിന് നിയമത്തിൻ്റെ പിൻബലം ഉണ്ടായിരിക്കുകയില്ല. കുട്ടികളുടെ പേരിൽ വിൽപത്രം തയ്യാറാക്കുവാൻ കഴിയുമോ? കഴിയും. കുട്ടികളുടെ പേരിൽ വിൽപത്രം എഴുതുമ്പോൾ അവരുടെ ഫുൾ നെയിം, അവരുമായുള്ള റിലേഷൻ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. മൈനറായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് വിൽപത്രം എഴുതാമോ എന്ന് ചോദിച്ചാൽ എഴുതാം. പക്ഷേ പ്രായപൂർത്തിയാകുന്നത് വരെ ഇത് ആര് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടാവണം. മറ്റൊരു വ്യക്തിയെ വേണമെങ്കിൽ കുട്ടിയുടെ പേരൻറ്റോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ ആരെങ്കിലുമോ ആകാം. അവർ ആ സ്വത്ത് സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ആ ഡീഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ഇന്ത്യൻ സക്സഷൻ ആക്ട് സെക്ഷൻ 63 പറയുന്നത് പോലെ ഇത് എഴുതുന്ന ആളും 2 വിറ്റ്നസ്സും സൈൻ ചെയ്തിരിക്കണം. ഇത് ഒഴിവാക്കാനാവാത്ത നിബന്ധനയാണ്. അതുപോലെ എ എന്ന വ്യക്തി ബിക്കാണ് സ്വത്ത് നൽകുന്നതെങ്കിൽ ബിക്ക്, അതായത് ആർക്കാണ് കിട്ടുന്നത് ആ വ്യക്തിക്ക് ഈ ഡീഡിൽ സാക്ഷിയായിട്ട് ഒപ്പുവയ്ക്കുവാൻ സാധിക്കുകയില്ല. ഇനി വിൽപത്രം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ലോ അനുസരിച്ച് വിൽപത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഭാവിയിൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവാതിരിക്കുന്നതിനായിട്ട് രജിസ്റ്റർ ചെയ്യുവാനും കഴിയും. വില്ലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുന്നതിനായിട്ട് ഒരു എക്സിക്യൂട്ടറെ നിയമിക്കുവാനും സാധിക്കുന്നതാണ്. വിൽപത്രത്തിൽ ഓരോ അവകാശികൾക്കും എങ്ങനെയാണ് വസ്തു ലഭിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു വ്യക്തി വിൽപത്രം എഴുതുമ്പോൾ ആ വസ്തുവിൽ തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ കാലശേഷം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ
കൈമാറ്റം ചെയ്യാതെ താമസിക്കുവാനും അവരുടെ കാലശേഷം മാത്രം അവകാശികളായ മക്കൾക്ക് കൈവശം വയ്ക്കാനോ വിൽക്കാനോ ബാങ്കിൽ പണയം വയ്ക്കുവാനോ ഉള്ള പൂർണ്ണ അവകാശം സിദ്ധിക്കുന്ന രീതിയിലും എഴുതുവാൻ കഴിയുന്നതാണ്. നമ്മുടെ സ്വത്ത് നമ്മുടെ കാലശേഷം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമാക്കുക എന്നതാണ് ഈ രേഖകളുടെ ഉദ്ദേശം. ഒരു വിൽപത്രം എഴുതിയതിന് ശേഷം അപ്രകാരമല്ല അവകാശങ്ങൾ കൈമാറേണ്ടത് എന്ന് തോന്നിയാൽ ആദ്യത്തെ വിൽപത്രം റദ്ദ് ചെയ്ത് മറ്റൊരു വിൽപത്രം എഴുതാവുന്നതാണ്. ഒരാൾ അവസാനമായി എഴുതിയ വില്ലിനായിരിക്കും നിയമസാധുത ഉള്ളത് എന്ന് നാം മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വില്ല് നാം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.